वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസത്തിൻ്റെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ടുള്ള ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമൊക്കെ കൊടുത്തു വരുന്നുണ്ട്. ജ്യോതിഷം പഠിക്കണമെങ്കിൽ സംസ്കൃതം അറിയണമെന്ന യാതൊരുവിധ നിർബന്ധവും ഇല്ല. മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നവർക്ക് പഠിക്കാവുന്നതാണ് ഈ ശാസ്ത്രം. പഠിക്കാൻ പ്രത്യേകിച്ച് പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. താല്പര്യം ഒന്ന് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒക്ടോബർ മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. മിഥുനം രാശിയിൽ വ്യാഴവും, ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും, കന്നി രാശിയിൽ സൂര്യനും, തുലാം രാശിയിൽ കുജനും, ധനുരാശിയിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയും ഒക്കെയാണ് ഗ്രഹനില. മാസമധ്യത്തോടുകൂടി ശുക്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്ക് മാറി സഞ്ചരിക്കുന്നതായിരിക്കും. ഈ ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഒരു മാസത്തേക്കുള്ള വിശദീകരിച്ചിട്ടുള്ള സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. കന്നി രാശിയിലുള്ള ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിരയുടെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും, അതേപോലെ തന്നെ കന്നി ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും, പിന്നെ സൂര്യൻ്റെ ദശ നടക്കുന്നവർക്കും, ചന്ദ്രൻ്റെ ദശ നടക്കുന്നവർക്കും, കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ബുധൻ്റെ ദ്വിതീയ ഭാവസ്ഥിതി വാക്ചാതുര്യവും ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുമൊക്കെ ഉണ്ടാകും. എല്ലാ കാര്യവും സംയോജിതമായി ചിന്തിച്ച് വേണ്ടത് വേണ്ട സമയത്ത് പ്രയോഗിക്കാനുള്ളൊരു കഴിവൊക്കെ ധാരാളം ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കും. ധനധാന്യ സമ്പത്തൊക്കെ വർദ്ധിക്കും. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു കഴിവ് ഇവർക്ക് ഉണ്ടാകും. മറ്റുള്ളവരെ സംസാരിച്ച് വശത്താക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാകും. പുതിയതായി ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരും. അതേപോലെ ജോലിയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും അംഗീകാരവും പേരും പ്രശസ്തിയുമൊക്കെ ലഭിക്കും. സമൂഹത്തിലുള്ള അംഗീകാരവും ലഭിക്കും. എല്ലാ കാര്യങ്ങളും മത്സരത്തോടുകൂടി വിജയിപ്പിച്ചെടുക്കാനൊക്കെ ശ്രമിക്കും. ഭൂമി സംബന്ധിച്ചിട്ടുള്ള നേട്ടങ്ങൾക്കുള്ളൊരു യോഗവും കാണുന്നുണ്ട്. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അയന ശയന ഭോഗസുഖങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ്. കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയുമൊക്കെ ലഭിക്കും. ഗുരുക്കന്മാരുടെ അംഗീകാരമൊക്കെ ഉള്ളൊരു മാസം തന്നെയാണ്. ദാനധർമ്മ ചിന്തകൾ കുറയും. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യക്കുറവ് അനുഭവപ്പെടും. ബാങ്ക് ജോലിക്കായി മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അവയിൽ വിജയമൊക്കെ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പല അവസരങ്ങളും ഒത്തുവരും. കർമ്മപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കും. എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി സത്യസന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കും.
കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമൊക്കെ ഉണ്ടാകും. സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്. പരിശ്രമങ്ങളിൽ ചെറിയ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടും. അയൽക്കാരുമായിട്ടൊക്കെ അടുപ്പം കുറയും. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക. സ്ഥിര സ്വത്തുക്കളൊക്കെ വാങ്ങിച്ചേർക്കാൻ ശ്രമിക്കും. യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല ഉയർച്ച ഉണ്ടാകും. വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള എല്ലാവിധ ഗുണങ്ങളും അനുഭവിക്കാൻ കഴിയും. പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലൊക്കെ എത്തിച്ചേരും. വാഹനമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങിക്കാനുള്ളൊരു യോഗവും കൂടി കാണുന്നുണ്ട്. ഈ മാസം ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത്. അലർജിയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ്. പിന്നെ കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലം തന്നെയാണ്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾക്ക് ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പിരിഞ്ഞു താമസിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവിനുള്ള യോഗവുമുണ്ട്. റിസ്ക് ആയിട്ടുള്ള ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. പിതാവ് നിമിത്തം തൊഴിലിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. പിതാവിൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും. പിതൃകുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ കിട്ടാനുള്ളൊരു യോഗവും കൂടി കാണുന്നുണ്ട്. കർമ്മപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകും. മരുമക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും. മൂത്ത സഹോദരങ്ങൾ ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും. പൊതുവെ ഈ മാസം ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയും മധ്യമമായ ആരോഗ്യവുമൊക്കെയാണ് ഈ മാസം അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.